Garment of praise for the Spirit of heaven, that they may be called trees of righteousness, planting of the Lord, that He may be glorified. And they shall rebuild all the ruins, they shall raise up the former desolations, and they shall repair the ruins cities, the desolations of many generations. Greatly rejoice in the Lord. Hallelujah. And I will greatly rejoice in the Lord. Hallelujah. I will greatly rejoice in the Lord. Hallelujah. Yes, Lord. Hallelujah. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ആഴ്ചയുടെ അവസാന പ്രവൃത്തി ദിവസത്തിൽ രണ്ട് കരങ്ങളും ഉയർത്തിയ ഭവനങ്ങളിൽ, ആശുപത്രികളിൽ, ആ ഓഫീസുകളിൽ, ആ യാത്രാവേളകളിൽ ഞങ്ങളോടൊപ്പം ചേരുന്ന എല്ലാവരും Hallelujah, 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 Jesus, Hallelujah. We welcome everyone to join us for an hour of prayer, praise and worship. And God has great things to impart to us this morning. ഈ പ്രഭാതത്തിൽ നമ്മിലേക്ക് കൈമാറുവാൻ കർത്താവിന്റെ പക്കൽ വലിയ നിക്ഷേപമുണ്ട്. Let's draw ourselves closely to Jesus. യേശുവിന്റെ അരികിലേക്ക് നമുക്ക് ഓടിച്ചെന്ന് അപ്പാ പിതാവേ എന്ന് വിളിച്ചുകൊണ്ട് രണ്ട് കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം ആ ഭവനങ്ങൾക്കുള്ളിൽ Yes Lord, Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna, Jesus, oh Hallelujah, Hosanna, Hallelujah, Hosanna, Hallelujah, Hosanna. ഇന്ന് പകൽ ഒരു അത്ഭുതത്തിന്റെ ദിവസം. ദൈവത്തിന്റെ ആത്മാവ് നമ്മെ നടത്തുന്ന ബ്രേക്ക് കേരള കുടുംബാംഗങ്ങളെ നടത്തുന്ന വഴികൾ എത്ര ശ്രേഷ്ഠമാണ്. നൂറുകണക്കിന് വിടുതലുകൾ നമ്മോടൊപ്പം യാത്ര ചെയ്യുവാൻ കർത്താവ് കൂട്ടി കൊണ്ടുവരുന്ന ശ്രേഷ്ഠരായ കർത്തൃദാസന്മാർ, സഭാ വിഭാഗ വ്യത്യാസമില്ലാതെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ ഭക്തന്മാർ
ദൈവത്തിൻ്റെ ജനം നമുക്കൊന്ന് ചെന്ന് പകൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ 1 മണിക്കൂർ സമയം ഞാൻ വ്യക്തമായി അറിയുന്നു, ഇത് വലിയ വിടുതലിൻ്റെയും വലിയ നന്മയുടെയും വലിയ പ്രതീക്ഷയുടെയും സമയമാണ്. 2 കരങ്ങളും ഉയർത്തി ഞങ്ങളോടൊപ്പം ചേർന്ന് ആരാധിക്കുന്നു. Oh yes, and we praise. അസസിനു ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കും. ഇളകി നടക്കുന്ന സ്ഥിതിയിൽ കർത്താവിന്റെ വചനം നമ്മളെ ഉറപ്പിക്കും. ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്യം, അവൻ പാറമേൽ. ദൈവത്തിന്റെ വചനത്തിന് കൊടുത്തിരിക്കുന്ന ഒരു വിശേഷണം കൂടെയാണ് പാറ. യേശുവിന് നൽകിയിരിക്കുന്ന ഒരു പേരാണ് പാറ, റോക്ക് ഓഫ് ഏജസ്, യുഗങ്ങളുടെ പാറയായ ക്രിസ്തു. ദൈവത്തിന്റെ വചനം എന്നാൽ യോഹന്നാൻ 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. സോ ദാറ്റ് ഇറ്റേണൽ റോക്ക് ഓഫ് ഏജസ്, നിത്യമായ യുഗങ്ങളുടെ പാറയായ വചനമെന്ന യേശുവിൽ ഒരു വ്യക്തി ഉറയ്ക്കുന്നിടത്തോളം ആ വ്യക്തിയുടെ ജീവിതം ഉറപ്പുള്ളതല്ല. ആ യേശു എന്ന പാറയിൽ ചവിട്ടി നിൽക്കുന്നത് വരെ ആ ജീവിതം മാർഷി ലാൻഡിൽ പുതയുന്ന മണ്ണിലായിരിക്കും ചവിട്ടി നിൽക്കുന്നത്. ടുഡേ ദ ഇൻവിറ്റേഷൻ ഈസ് ടു യു ബിലവഡ്, ഫ്രം ദ ഹോളി സ്പിരിറ്റ് ത്രൂ പ്രേയിങ് കേരള, that God in his eternal plan, he wants to establish your feet on the rock of ages, who is Jesus. Praying Kerala എന്ന ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ഇന്ന് താങ്കൾക്ക് നൽകുന്ന ക്ഷണം, യേശു എന്ന യുഗങ്ങളുടെ പാറയായ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനമായവനിൽ താങ്കളെ ഉറപ്പിക്കുവാൻ യേശു ഇഷ്ടപ്പെടുന്നു. Are you ready? The Lord is going to speak to you through us. And let's open our hearts. Let's receive the word and receive the blessings of it. ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വചനത്തിനായി നമുക്ക് ഒരുങ്ങാം. 2 കരങ്ങളും ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർസിനു ഇന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിച്ചാണ്. കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ പ്രഭാതം ഞങ്ങൾ ഒന്നിച്ച് അങ്ങേ ആരാധിക്കുന്ന, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ക്രിസ്തു എന്ന പാറമേ ഞങ്ങൾ ഉറപ്പിക്കുവാൻ കർത്താവേ, നീ ഞങ്ങളെ സഹായിക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ വചനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളോട് എല്ലാവരോടും അങ്ങ് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളെക്കുറിച്ച് വലിയൊരു പദ്ധതി കർത്താവ് ഞങ്ങളെക്കുറിച്ച് പ്ലാൻ ചെയ്തിരിക്കാൻ സ്തോത്രം. അതിലേക്ക് ഞങ്ങളെ കരം പിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചാട്ടെ, ദൈവശക്തിയെ ഞങ്ങൾ ഓരോരുത്തരെയും നിറച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. Today is a new day. God has great things in store for you and for me. ഇതൊരു പുതിയ ദിവസം എന്ന് താങ്കൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി യേശുവിൻ്റെ പക്കൽ പുതിയ ശ്രേഷ്ഠമായ കരുതലുകളുണ്ട്. For it is written in the word, His mercies are new every morning. ഓരോ ദിവസവും ദൈവത്തിൻ്റെ ദയ പുതിയതാകുന്നു. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം ഈ 29, 30, 31 തീയതികളിൽ വരാൻ പോകുന്ന ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ പ്രത്യേക ചിന്താവിഷയമായിരിക്കും. അതിനോടകം പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ എല്ലാവരും ഈ അധ്യായം വായിക്കണം. മനപ്പാഠമാക്കാൻ കഴിയുന്നവർ മനപ്പാഠമാക്കണം. നമ്മൾ ഇത് ജീവിക്കും, ഈ വാക്യങ്ങൾ നമ്മൾ അനുഭവിക്കും, ഈ വാക്യങ്ങളിൽ നമ്മൾ ജീവിക്കും. And I am speaking about you. ഞാൻ താങ്കളെക്കുറിച്ച് തന്നെ സംസാരിക്കുന്നു. ഒട്ടും സംശയത്തിൻ്റെ ആവശ്യമില്ല. ഞാൻ താങ്കളെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഈ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ആ ഉയർന്ന നിലയിൽ താങ്കൾ ജീവിക്കണമെന്ന്, ഞാൻ ജീവിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. ഇത്ര നല്ല ഹൃദയമുള്ള, സ്നേഹമുള്ള ആ ഒരു പിതാവിന് 2 കരങ്ങളും ഉയർത്തി നന്ദിയോടെ ഒരിക്കൽ കൂടെ ആ ഭവനത്തിനകത്ത് മുഴങ്ങിക്കേൾക്കുന്ന ഒരു ഹല്ലേലൂയ മുഴക്കിക്കൊണ്ട്, ആശുപത്രിയിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ഹല്ലേലൂയ മുഴക്കിക്കൊണ്ട്, ആ ഓഫീസിൽ മുഴങ്ങിക്കേൾക്കുന്ന ഒരു ഹല്ലേലൂയ ഉയർത്തി പറഞ്ഞുകൊണ്ട്, oh hallelujah. That's it. Could you read book of Isaiah chapter 61 verses from 1 through 4? Amen. യെശയ്യാ പ്രവചനം 61-ാം അധ്യായം 1 മുതൽ
4 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഇന്ന് ഈ പ്രഭാതത്തിൽ വായിക്കുന്നു. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന് പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. അവൻ മഹുദ്ധീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതിവൃക്ഷങ്ങൾ എന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരിക്കുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. The Spirit of the Lord God is upon me. Book of Isaiah chapter 61 verses from 1 through 4. Because the Lord has anointed me to preach good tidings to the poor, He has sent me to heal the brokenhearted, to proclaim liberty to the captives, and the opening of the prison to those who are bound, to proclaim the acceptable year of the Lord, and the day of vengeance of our God, to comfort all who mourn, to console those who mourn in Zion, to give them beauty for ashes, the oil of joy for mourning, the garment of praise for the spirit of heaviness, that they may be called the trees of righteousness, the planting of the Lord, that He may be glorified. Verse number 4. And they shall rebuild the old ruins, and they shall raise up the former desolations, and they shall repair the ruined cities, the desolations of many, many generations. Amen. Hallelujah. Thank you, Jesus. ഈ അധ്യായമാണ് ബൈബിളിൽ എക്സ്പ്ലിസിറ്റ് വളരെ വ്യക്തമായി നേരിട്ട് കൃത്യമായി അഭിഷേകത്തിന്റെ ഉദ്ദേശത്തെ എഴുതിയിരിക്കുക. Why the Spirit of God is being given to a person. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദൈവം എന്തിനാണ് ആത്മാവാം ദൈവത്തിന്റെ അത്യന്ത ശക്തി പകരുന്നത്? The purpose is very clear, and I am sure പ്രൈ കേരള കുടുംബാംഗങ്ങൾ ഇന്ന് ദൈവത്തിന്റെ വചനമെടുത്ത് അത് വായിക്കണം. അടുത്ത ഉപവാസ പ്രാർത്ഥനയിൽ ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകും. ഓഗസ്റ്റ് മാസത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തന്നിരിക്കുന്ന ചിന്താവിഷയം ഓപ്പൺ ഡോർ, തുറന്ന വാതിൽ. തുറന്ന വാതിൽ എന്ന ആരാണ് എന്ന് നമ്മൾ ചിന്തിച്ചു. യേശുവാണെന്ന് മനസ്സിലാക്കി. യേശു എന്ന തുറന്ന വാതിലിലൂടെ പ്രവേശിക്കുന്നവർ ആ വാതിലിൽ തന്നെ നിൽക്കുകയല്ല. 23-ാം സങ്കീർത്തനത്തിൽ നമ്മൾ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തി, പച്ചയായ പുൽപ്പുറങ്ങളിൽ സ്വസ്ഥതയുള്ള വെള്ളത്തിൽ. പച്ചയായ പുൽപ്പുറങ്ങൾ. ഞങ്ങളോട് ചേർന്ന് ഏറ്റു പറഞ്ഞാട്ട്, പച്ചയായ പുൽപ്പുറങ്ങൾ. പാസ്റ്റർ നീ പറഞ്ഞു കൊടുക്കും. പച്ചയായ പുൽപ്പുറം, പച്ചയായ പുൽപ്പുറങ്ങൾ, സ്വസ്ഥതയുള്ള വെള്ളം, സ്വസ്ഥതയുള്ള വെള്ളം. ഞങ്ങളോട് ചേർന്ന് ഒരിക്കൽ കൂടെ, പച്ചയായ പുൽപ്പുറങ്ങൾ, സ്വസ്ഥതയുള്ള വെള്ളത്തിനരി. എന്തുകൊണ്ടാണ് ഞങ്ങൾ യേശു എന്ന തുറന്ന വാതിലൂടെ പ്രവേശിക്കുവാൻ പ്രാർത്ഥനാ കേരളത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മോട് ആവശ്യപ്പെടുന്നത്? ദിസ് ഈസ് വാട്ട് ഗാഡ് വാണ്ട്സ് യു ആൻഡ് മീ ടു ഹാവ്. പച്ചയായ പുൽപ്പുറം, സ്വസ്ഥതയുള്ള വെള്ളം. Come on, പച്ചയായ പുൽപ്പുറം, സ്വസ്ഥതയുള്ള വെള്ളം. Now, ആ സ്വസ്ഥതയുള്ള വെള്ളം കുടിച്ച് പച്ചയായ പുൽപ്പുറങ്ങളിൽ മേയുന്ന ഒരു വ്യക്തി, അവന്റെ മേൽ അവളുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ ബലം, ശക്തി വന്നു കഴിയുമ്പോൾ, 4-ാമത്തെ വാക്യം പാസ്റ്റർ തുടർന്ന് വായിക്കാമോ? അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും അവർ പച്ചയായ പുൽപ്പുറങ്ങളിലൂടെ പോകുന്നവർ, സ്വസ്ഥതയുള്ള വെള്ളം കുടിക്കുന്ന യേശു എന്ന വാതിലൂടെ പ്രവേശിച്ചവർ, അവർ എന്ത് ചെയ്യും? പുരാതന ശൂന്യങ്ങളെ അണിയും. ഹല്ലേലൂയ. മുതുമുത്തച്ഛന്മാരുടെ കാലം മുതൽ ശാപങ്ങളും കെടുതികളും തകർച്ചകളും അപമൃത്യുവും വാഴുന്ന ഭവനമായിരിക്കാം. അങ്ങനെ ഒരു കുലത്തിൽ നിന്നായിരിക്കാം ഒരുപക്ഷെങ്കിൽ താങ്കളുടെ ഉത്ഭവം. ഭൂതപ്രേതാദികൾ മുഴുവൻ താങ്കൾക്ക് വിരോധമായി നിൽക്കുന്നു എന്ന് വരാം. താങ്കളുടെ അനുഭവങ്ങൾ അത് വ്യക്തമാക്കുന്നുമുണ്ട്. പക്ഷെ ഇന്ന് പകൽ ഒരു സദ്വർത്തമാനം താങ്കളെ അറിയിക്കുന്നതിൽ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. ആ കുടുംബത്തിൽ നിന്ന് വന്ന് അതിൻ്റെ കെടുതി അനുഭവിക്കുന്ന താങ്കളുടെ കരങ്ങൾ കൊണ്ട് തന്നെ
ഒരു പുതിയ കൈ പിടിപ്പിച്ചിട്ടല്ല. ഏത് കരമാണോ ശോഷിച്ചു പോയത്, ഏത് കരമാണോ ചലിക്കാൻ പറ്റാതായി പോയത്, ഏത് കരമാണോ ഇല്ലായ്മയുടെയും കെടുതിയുടെയും നഷ്ടങ്ങളുടെയും തകർച്ചകളുടെയും സാക്ഷ്യങ്ങൾ പറയുന്നത്, ഏത് കരമാണോ വിരൂപമായി പോയത്, അതേ കരങ്ങളെ കൊണ്ട് തന്നെ പുരാതന ശൂന്യങ്ങളെ പണിയിപ്പിക്കുന്ന ആ ഒരു വലിയൊരു അനുഭവത്തിലേക്ക് യേശു എന്ന വാതിലൂടെ പ്രവേശിക്കുന്നവർക്ക് സാധിക്കുന്നു. എന്ത് താങ്കൾക്ക് അതിന് ആഗ്രഹമില്ലേ? ഈ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകണമെന്നൊരു ആഗ്രഹമില്ലേ? ഈ ഓഫീസിലെ പ്രവർത്തന രീതികൾക്കൊരു മാറ്റം ഉണ്ടാകണമെന്ന് ആഗ്രഹമില്ലേ? വിദ്യാഭ്യാസ മണ്ഡലത്തിലൊരു മാറ്റം ഉണ്ടാകണമെന്ന് താങ്കൾക്ക് ആഗ്രഹമില്ലേ? എൻ്റെ കൊച്ചിൻ്റെ കാര്യം മാത്രമല്ല, ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം, ഇന്ത്യയിലെ പൊളിറ്റിക്കൽ രംഗം, ഇന്ത്യയുടെ സാമ്പത്തിക രംഗം, നമ്മുടെ കുടുംബ അന്തരീക്ഷങ്ങൾ, നമ്മുടെ തലമുറകളുടെ ജീവിത മാർഗങ്ങൾ, അനുഭവങ്ങൾ, വഴികൾ, നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരുത്തരുടെ യാത്രകൾ, സൗകര്യങ്ങൾ, നഷ്ടങ്ങൾ, ഇത്രയും കാലം നഷ്ടങ്ങൾ. പാസ്റ്ററെ, ആ മൂന്നാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാമോ? Why the anointing is given. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല. ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലം, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട, മനസ്സിന് പകരം സ്തുതി എന്ന മേലാട. എന്താ പ്രാർത്ഥന കേരളത്തിൽ ഞങ്ങൾ ഇത്ര ഉറപ്പായി പറയുന്നത്? ഇറ്റ് ഇസ് റിട്ടൺ, അത് എഴുതിയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം, ബ്രീത്ഡ് വേർഡ് ഓഫ് ഗാഡ്, ദൈവശ്വാസ്യമായ വചനമാകയാൽ ഇരുളിലും പകലിലും ഇതിന് മാറ്റമില്ല. ഈ രാജ്യത്തും മറ്റു രാജ്യങ്ങളിലും ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ഈ വചനമാണ് എന്നെ എഴുന്നേൽപ്പിച്ചത്. ഈ വചനമാണ് ഇന്ന് പകൽ എന്നെ നിങ്ങളോട് സംസാരിക്കുവാൻ ഇടയാക്കുന്നത്. ഈ വചനത്താലാണ് സകലതും ഉളവായി വന്നത്. Oh, the word that came out of the mouth of God brought everything into existence from nothing. ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉള്ളതുപോലെ ഉളവാക്കിയത് ദൈവത്തിൻ്റെ വായിൽ നിന്ന് വന്ന ആ വചനമാണ്. അതങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നതിനാല ഞങ്ങൾ സന്തോഷത്തോടും അതിനേക്കാളുപരി ഉറപ്പോടും വിശ്വാസത്തോടും കൂടെ പറയുന്നത്, താങ്കൾക്ക് എഴുന്നേൽക്കാൻ കഴിയും, താങ്കൾക്ക് സൗഖ്യമാകാൻ കഴിയും, താങ്കൾക്ക് ഉയർച്ചയിലേക്ക് വരാൻ കഴിയും, താങ്കൾക്ക് സമൃദ്ധമായ ജീവനിലേക്ക് വരാൻ കഴിയും, താങ്കൾക്ക് സമാധാനമുള്ള ഒരു ജീവിതത്തിലേക്ക് വരാൻ കഴിയും, താങ്കൾക്ക് ശാപത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയും. എന്ന് കണ്ണുനീരിന് പകരം, പാസ്റ്ററെ ആ വാക്യം ഒരിക്കൽ കൊടുത്തു, കണ്ണുനീരിന് പകരം എന്താ നൽകുന്നത്? ആമേൻ. സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാല, വെണ്ണീറിന് പകരം അലങ്കാരമാല. പണ്ട് പുരാതന കാലങ്ങളിൽ തീവ്രമായ ദുഃഖത്തിലൂടെ പോകുന്നവർ അവർ സാധാരണ ധരിക്കുന്ന വസ്ത്രം മാറ്റിയിട്ട് ചാക്ക് കൊണ്ട് ഉണ്ടാക്കിയ വസ്ത്രം, ഓർ വേറൊരു വാക്കിൽ ചാക്ക് തന്നെ, ചണനൂല് കൊണ്ട് ഉണ്ടാക്കിയ ചാക്ക് എടുത്ത് ധരിച്ചതിന് ശേഷം ചാരത്തിനകത്ത് ഇറങ്ങിയിരുന്ന് അവർ തല മുതൽ ദേഹം മുഴുവൻ ഈ ചാരം വാരിയിട്ട് ചാരം ദേഹത്ത് വീഴുമ്പോൾ അത് നീറും ദേഹം. അല്ലെങ്കിൽ അവർ ശരീരം മുഴുവൻ മാന്തി പറിച്ചതിന് ശേഷം ഈ ചാരം കൂടെ വാരിയിട്ട് അവർ ആ നീറ്റലും തീവ്രമായ വേദനയിലും കൂടെ അവരുടെ ദുഃഖത്തെ അവരങ്ങനെ വെളിപ്പെടുത്തുമായിരുന്നു. കർത്താവിന്റെ ആത്മാവ് പറയുന്നത്, അങ്ങനെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളോട് കർത്താവ് പറയുന്നു, അതിനു പകരം കമാൻ. അതൊരു കാലത്ത് ശരിയാ, സമ്മതിക്കുന്നു, പക്ഷെ അതിന് പകരം ഒന്നുണ്ട്. ദുഃഖിച്ചു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിന് പകരം ഒന്നുണ്ട്. വേദനിക്കുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിന് പകരം ഒരവസ്ഥയുണ്ട്. തളർന്ന് കിടക്കുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷെ അതിന് പകരം ഒരവസ്ഥയുണ്ട്. പൊട്ടി തകർന്നു പരാജയപ്പെട്ടു, എല്ലാം ശൂന്യമെന്ന് പറയുന്നത് ശരിയായ കാര്യമാണ്, പക്ഷെ അതിന് പകരം ഒരവസ്ഥയുണ്ട്. ഇല്ലെന്ന് ആര് പറഞ്ഞാലും അങ്ങനല്ല. ബൈബിളിൽ എഴുതിയിരിക്കുന്നു, യേശു പറയുന്ന കുഞ്ഞെ, അതിന് പകരം ഒരവസ്ഥ. അതെന്താണെന്ന് കേട്ടിട്ട് നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. പാസ്റ്ററെ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. വെണ്ണീറിന് പകരം അലങ്കാരമാലയും, ദുഃഖത്തിന് പകരം ആനന്ദ തൈലവും, ആനന്ദ തൈലം, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും. ഇതാരെ കുറിച്ചാണ് പറയുന്നത്? താങ്കളുടെ ജീവിതത്തെ കുറിച്ചല്ലേ, എൻ്റെ ജീവിതത്തെ കുറിച്ചല്ലേ? പ്രേയിങ് കേരള കുടുംബത്തിൽ ഒരു കുഞ്ഞു പോലെ കരയുന്നതിൽ തുടരണ്ട.
പ്രേയിങ് കേരള കുടുംബത്തിൽ ഒരു കുഞ്ഞു വ്യക്തി പോലും തകർച്ചയിൽ തുടരണ്ട. പ്രേയിങ് കേരള കുടുംബത്തിൽ ഒരു വ്യക്തി പോലും രോഗത്തിൽ അവസാനിക്കേണ്ട. പ്രേയിങ് കേരള കുടുംബത്തിൽ എല്ലാവരെക്കുറിച്ചും യേശുവിൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം നമ്മൾ യേശുവിലൂടെ മാത്രം ലഭിക്കുന്ന സമൃദ്ധമായ ജീവന് നമ്മൾ ഉടമകളാകണം. അവിടുന്ന് പകരം നൽകി കഴിയുമ്പോൾ സംഭവിക്കുന്നൊരു കാര്യം, ഈ കുഴഞ്ഞ അസ്ഥികൾ ജീവനിലേക്ക് വരും. ആ കുഴഞ്ഞ കരങ്ങൾ കൊണ്ട് തന്നെ ചില പണികൾ നടക്കും. ഞാനിവിടെ പ്രാർത്ഥിക്കാൻ പോവുക. You are born to rebuild the ruins of old generations. പഴയ തലമുറകളിൽ നിന്നുണ്ടായിരിക്കുന്ന സകല തകർച്ചകളെയും പണിതെടുക്കേണ്ടതിനാ താങ്കൾ ജനിച്ചിരിക്കുന്നത്. ആത്മഹത്യക്ക് വേണ്ടി ജനിച്ച വ്യക്തിയല്ല, ശാപത്തിന് വേണ്ടി ജനിച്ച വ്യക്തിയല്ല, തകർച്ചയ്ക്കും അടിമത്തങ്ങൾക്കും വേണ്ടി ജനിച്ച വ്യക്തിയല്ല. You are born for a purpose. The purpose of God for your life and about your life is to make use of your hands, the same hands which is weak today. ഇന്ന് ക്ഷീണിച്ചിരിക്കുന്ന അതേ താങ്കളുടെ കരങ്ങൾ കൊണ്ട് തന്നെ. 4-ാമത്തെ വാക്യം, അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പുരാതനമായ ശൂന്യങ്ങളെ താങ്കളുടെ കൈകൊണ്ട് പണിയുവാൻ ദൈവം ആഗ്രഹിച്ചു. പകരുന്നൊരു കർത്താവില്ലേ? 2 കരവും ഉയർത്തിക്ക്. ചില പ്രിയപ്പെട്ടവർ ഇന്നലെ പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാൻ ഇന്നും കരയുന്നുണ്ട്. ഞാനും വിഷമിക്കും. നമ്മൾ മനുഷ്യരാ. പാസ്റ്ററെ, ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ബലം നൽകുന്ന ഒരു വാക്യങ്ങളിൽ ഒന്നാണ്, യേശു നമ്മുടെ പ്രകൃതി അറിയുന്നു. He knows our frame and who we are. നമ്മൾ ആരാണെന്ന് അവൻ്റെ അടുത്ത് പറയാനായിട്ടൊന്നും ബന്ധപ്പെടേണ്ട. ഇന്ന് പകൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക് ഓടിച്ചെന്നിട്ട് പ്രാർത്ഥന കേരളത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരും ആ സ്ഥലങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളും ഒന്ന് ഉയർത്തി. Just as you are, would you go to Jesus? നീ എന്തായിരിക്കുന്നുവോ അതേ അവസ്ഥയിൽ യേശുവിൻ്റെ സന്നിധിയിലേക്ക്. ഞാൻ ഇന്നതാണ് കർത്താവേ എന്നൊന്നും പറയണ്ട. അത് അവിടുന്ന് അറിയുന്നു, നമ്മളെ നന്നായി അറിയുന്നു. ഞാൻ കരയുന്ന വ്യക്തിയാണെന്ന് അവൻ അറിയുന്നു. ഞാൻ ഉടയുന്ന വ്യക്തിയാണെന്ന് യേശു അറിയുന്നു. ഞാൻ പാപത്തിന്റെ ആഴത്തില കിടക്കുന്ന യേശു അറിയുന്നു. ഞാൻ മുങ്ങി താഴ്ന്നുകൊണ്ടിരിക്കുന്ന ജീവിതമാണെന്ന് യേശു അറിയുന്നു. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമെടുക്കാതെ 2 കരവും നിവർത്തിക്കൊണ്ട് യേശുവോട് പറ, എന്നെ നന്നായി അവിടുന്ന് അറിയുന്നത് കൊണ്ട് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിൽ പൊട്ടിപ്പോയ വ്യക്തിക്ക് ഉയർച്ചയിലേക്ക് വരാൻ കഴിയും. സൗഖ്യമില്ലാത്ത വ്യക്തിക്ക് സൗഖ്യത്തിലേക്ക് വരാൻ കഴിയും. തകർന്നുപോയ ജീവിതത്തിന് എഴുന്നേറ്റത്തിലേക്ക് വരാൻ കഴിയും. നഷ്ടങ്ങളുടെ മാത്രം ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ലാഭങ്ങളുടെ ചരിത്രം പറയുവാൻ കഴിയും. കാരണം വെണ്ണീറിന് പകരം അലങ്കാരമാല നൽകുന്ന, അസ്വസ്ഥതയ്ക്ക് പകരം സ്വസ്ഥത നൽകുന്ന, തകർച്ചയ്ക്ക് പകരം ഉയർച്ച നൽകുന്ന ഒരു യേശുവിനെ പ്രാർത്ഥന കേരളത്തിലൂടെ പരിശുദ്ധാത്മാവ് താങ്കൾക്ക് വെളിപ്പെടുത്തുമ്പോൾ ഈ പകൽ 2 കരവും ഉയർത്തി യേശുവേ ഉറക്കെ, യേശുവേ യേശുവേ, ജീസസ് താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത ശാശ്വത പാറയേശു പുതുജീവൻ. കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ പ്രോഗ്രാം ആദ്യമായി കണ്ടു. അന്ന് തന്നെ ശരീരത്തിൻ്റെ ഇടതുവശത്ത് ദീർഘനാളുണ്ടായിരുന്ന വേദന പൂർണ്ണമായും മാറിയെന്ന് സൂസൻ കളത്തിപ്പടിയിൽ നിന്ന് നമ്മോട് അറിയിക്കുന്നുണ്ട്. ഇന്ന് പകൽ ഈ കേട്ട വചനം പോലെ താങ്കൾക്ക് വേണ്ടി, താങ്കളുടെ വിഷയത്തിന് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഭാരപ്പെടാതെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഒന്ന് സമർപ്പിച്ച് 2 കരങ്ങൾ ഉയർത്തി ഞാൻ പ്രാർത്ഥിക്കുന്ന വേളയിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശു താങ്കളെ തൊടുന്നു, താങ്കളുടെ ശരീരത്തെ സൗഖ്യമാക്കുന്നു. ആ വേദനകൾ, ആ കെടുതികൾ
പകരം യേശു നൽകുന്ന നന്മ താങ്കൾ അനുഭവിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ വായിച്ച വചനം പോലെ, ഇന്ന് ഞങ്ങൾ വായിച്ച അവിടുത്തെ വചനം പോലെ വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം സന്തോഷവും ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രൈം കേരള കുടുംബാംഗങ്ങളുടെ ജീവിതത്തിൽ കണ്ണുനീര് വേണ്ട കർത്താവേ, അതിനു പകരം ഉല്ലാസത്താൽ, യേശുവിൻ്റെ സമാധാനത്താൽ, യേശുവിൻ്റെ സമൃദ്ധിയാൽ, യേശുവിൻ്റെ സമൃദ്ധമായ ജീവനാൽ അവിടുന്ന് അവരെ നിറയ്ക്കും. യേശു ഉയർത്തുന്ന ഉയർച്ച ഈ ജീവിതങ്ങളിൽ ഞങ്ങൾ കാണട്ടെ. യേശുവിനുള്ള ശുഭമായ ഭാവി ഓരോരുത്തരും അനുഭവിക്കട്ടെ. ഈ ഓർഡറിൽ വെച്ചിരിക്കുന്ന 10,000 വിഷയങ്ങളെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, നിന്റെ നാമനിമിത്തം യേശുവേ ഈ ജീവിതങ്ങൾ വിടുവിക്കപ്പെടേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുത മന്ത്രിയായ കർത്താവിൻ്റെ കരം ഇവർ ഓരോരുത്തർക്കും വേണ്ടി അവിടുന്ന് പ്രവർത്തിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗമുള്ള ഭാഗത്ത് നിങ്ങൾ കരങ്ങൾ വെച്ചാട്ട് ഓരോ പ്രിയപ്പെട്ടവരും ആ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വെച്ചാട്ട്. ആശുപത്രി കിടക്കുന്നവരുണ്ട്, ഓഫീസിലായിരിക്കുന്നവരുണ്ട്, വീടുകളിലായിരിക്കുന്നവരുണ്ട്. ആ രോഗമുള്ള ഭാഗത്ത് കരങ്ങൾ വയ്ക്കാം. മുഴകൾ അപ്രത്യക്ഷമാകുന്നു, ആ ക്യാൻസർ അവിടുന്ന് കരിഞ്ഞു മാറുന്നു. ആ അസ്ഥി സംബന്ധമായ വിരൂപമായി പോയ രൂപങ്ങൾ, ശരീരങ്ങൾ കർത്താവ് ഇന്ന് പകൽ റീഓർഡർ ചെയ്തെടുക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മാനസിക മണ്ഡലത്തിൽ ക്ലേശങ്ങൾ, ഡിപ്രഷൻ, മെൻ്റൽ പേഷ്യൻസിനെ ഇന്ന് പകൽ യേശു സൗഖ്യമാക്കുന്നു. ബധിരരായി പോയവരുടെ ചെവിയെ ഇന്ന് പകൽ സംസാരിക്കാൻ കഴിയാതിരിക്കുന്നവർക്ക് ആ സംസാരത്തിനുള്ള ശേഷി ഇന്ന് പകൽ കർത്താവ് നൽകി തരുന്നു. ചെവി കേൾക്കാൻ കഴിയാതിരിക്കുന്നവർക്ക് ഇന്ന് പകൽ യേശു കർത്താവ് കേൾവിക്കുള്ള ശേഷി നൽകി തരുന്നു. കണ്ണിൻ്റെ ക്ലേശങ്ങൾ യേശു പൂർണ്ണമായി മാറ്റിത്തരുന്നു. ഇന്ന് പകൽ 2 കരങ്ങളും, ഒരു കരം ആ രോഗമുള്ള ഭാഗത്തും അടുത്ത കരം യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ അടയാളമായി അവിടെ ഉയർത്തിക്കൊണ്ട് എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ ആ ഹൃദ്രോഗങ്ങൾ മാറട്ടെ, കണ്ണുകൾക്ക് സൗഖ്യം യേശുവിൻ നാമത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ചെവി തുറക്കപ്പെടട്ടെ. ചെവി സംബന്ധമായ ഇൻഫെക്ഷൻ, കെടുതികൾ, അടഞ്ഞുപോയത്, കേൾക്കാൻ ശേഷിയില്ലായ്മ തുറന്നു വരട്ടെ. യഫദ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ബി ഓപ്പൺഡ് ഇൻ ജീസസ് നെയിം. യേശുവിൻ നാമത്തിൽ തുറന്നു വരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. തലച്ചോർ സംബന്ധിക്കുന്ന രോഗങ്ങൾ, ഞരമ്പുകൾ സംബന്ധിക്കുന്ന രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഈ നിമിഷം ആ ജീവിതങ്ങളിൽ നിന്ന് മാറിപ്പോകട്ടെ. എല്ല് സംബന്ധിക്കുന്ന, സ്കെലിറ്റൻ സംബന്ധിക്കുന്ന രോഗങ്ങൾ, വിരൂപമായി പോയത്, അപകടങ്ങൾ നിമിത്തം, വീഴ്ചകൾ നിമിത്തം ഉണ്ടായ കെടുതികൾ, നട്ടലിൽ സംഭവിക്കുന്ന തെന്നിപ്പോയ അവസ്ഥകൾ, അകലുന്ന അവസ്ഥകൾ, നട്ടലുകൾക്കകത്ത് മാംസം വളരുന്ന അവസ്ഥകൾ, ഓപ്പറേഷന് ശേഷം കെടുതിയിലൂടെ പോകുന്നവർ എല്ലാ ജീവിതങ്ങളെയും ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ സൗഖ്യമാകുവാൻ കൽപ്പിക്കുന്നു. അവരുടെ ശരീരത്തെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റീസ്ട്രക്ചർ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ അവർ അത് അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ കുഴഞ്ഞ അസ്ഥികൾ, കാലുകൾ, കൈകൾ, കണ്ണുകൾ സൗഖ്യമാകട്ടെ. ആന്തരിക അവയവങ്ങൾ ഓരോന്നും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും ഓരോരുത്തരുടെ മേലും ഉണ്ടാകട്ടെ. ഡയബറ്റീസ് മാറിപ്പോകട്ടെ യേശുവിൻ നാമത്തിൽ. ക്രമത്തിലധികമായി ഉയരുന്ന രക്തസമ്മർദ്ദം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ശരീരം മുഴുവൻ ചൊറിഞ്ഞു പൊട്ടുന്ന ത്വക്ക് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. വൈറ്റ് പാച്ചസ് യേശുവിന്റെ നാമത്തിൽ, വെള്ളപ്പാണ്ട് രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. തലമുടി കൊഴിയുന്ന വട്ടത്തിൽ പാടുകളായി മുഴുവൻ പറഞ്ഞു പോകുന്ന അവസ്ഥയിൽ നിന്ന് കഷ്ടപ്പെടുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആ കെടുതിയ ശരീരത്തിൽ നിന്ന് മാറിപ്പോകട്ടെ. പാപത്തിന്റെ ആഴങ്ങളിൽ, അടിമത്തങ്ങളിൽ, മദ്യത്തിന്, മയക്കുമരുന്നുകൾക്ക്, മറ്റു ദുസ്വഭാവങ്ങൾക്ക് അടിമകളായി സ്വന്തം ജീവിതവും കുടുംബവും തലമുറയും കഷ്ടപ്പെടുന്ന അവസ്ഥയിലാകുന്ന ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളവരെ അനുഗ്രഹിക്കുമ്പോൾ ഏത് പാപിയെയും മാർവോട് ചേർത്തണച്ച് ആ ജീവിതത്തെ പാപത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന യേശുവിന്റെ അദൃശ്യമായ ശക്തി ഇപ്പോൾ അവരിൽ ഇറങ്ങട്ടെ. യേശുവിൻ നാമത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടാകട്ടെ. കരങ്ങൾ തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ് അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിയിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. വരുമാനങ്ങൾ ഉയർച്ച ഉണ്ടാകട്ടെ. പഠനങ്ങളിൽ ഉയർച്ച ഉണ്ടാകട്ടെ. നന്മ കൊണ്ട് നിറയ്ക്കും യേശുവിൻ നാമത്തിൽ. പ്രിയമുള്ളവരെ, യേശുവിൽ നമുക്ക്
ശുഭമായ ഭാവിയുണ്ട്. ഈ യേശുവിന്റെ പാതയിൽ നമുക്ക് യാത്ര ചെയ്യാം. എന്ന് തന്നെ ദൈവത്തിന്റെ വചനം എടുത്ത് വായിക്കണം. യേശു നമുക്കായി കരുതിയ ദൈവിക നന്മകൾ അനുഭവിക്കണം. സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുമല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ബാംഗ്ലൂരിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പ്രാർത്ഥന വിഷയം നൈന ചാക്കോ ഇപ്പം ഈ 3 മക്കളുടെയും വിവാഹം നടക്കണം. അതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ഈ 3 മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇവർക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബജീവിതം കർത്താവ് ഉണ്ടാവേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ ദൈവമേ, അവർക്ക് അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ജീവിത പങ്കാളികളെ നീ തക്ക സമയത്ത് എത്തിക്കുന്ന കർത്താവെ അവർക്ക് കൊടുക്കുന്നതിനായി ഇതിനെ വാഴ്ത്തി സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. ഷേർലി തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മൂത്ത മകൾ റിറ്റി ചെവി കേൾക്കത്തില്ല, ഹിയറിംഗ് എയ്ഡ് ഉപയോഗിക്കുന്നു. മകൾ റിയ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയറിലെ എക്സാം ആണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ പൈതലിന് ചെവിയുടെ കേൾവി പൂർണ്ണമായി അത് തുറന്നു വരുവാൻ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്റെ പൈതൽ ആ പരീക്ഷ നന്നായി എഴുതുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ കുഞ്ഞിനെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യമുള്ള ഒരു മനസ്സ് അവൾക്ക് കൊടുത്താട്ട് യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ. കൊല്ലാടിൽ നിന്ന് തോമസ് കോശി വിളിച്ചിരിക്കുന്നു. തലകറക്കം, കണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടിയിരിക്കുന്നു. പ്രാർത്ഥനയാൽ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ ജീവിതത്തിനെ പ്രാർത്ഥിക്കുന്നു. നീ കൊടുത്ത അനുഗ്രഹത്തിനായി ഇതിനെ വാഴ്ത്തുന്നു. കർത്താവെ, അതിലുപരി കർത്താവെ ആ മകൻ ഇപ്പോൾ അനുഭവിക്കുന്ന ആ തലവേർക്കത്തിൽ നിന്ന് കർത്താവെ പൂർണ്ണ വിമോചനം ഉണ്ടാവട്ടെ. കർത്താവെ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ദൈവിക സൗഖ്യം അവിടെ ലഭിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ബോണി മംഗലാപുരത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. പഠനത്തിൽ ഉയർച്ച വേണം, നിരാശയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാട കൊണ്ട് ഈ പൈതലിനെ ഇന്ന് നിറയ്ക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്യന്ത ശക്തിയാൽ അവൻ നിറയപ്പെടട്ടെ. അത്ഭുതം കണ്ട് ആനന്ദിപ്പാൻ ഒരുക്കണം. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ. പൂവച്ചാൽ സ്ഥലത്ത് നിന്ന് രാജു വിളിച്ചിരിക്കുന്നു. 8 മാസമായി ബിസിനസ് ഒന്നും നടക്കുന്നില്ല. കുടുംബം അനുഗ്രഹിക്കപ്പെടാനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ഈ ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഞെരുക്കമുള്ള അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ ആ ജീവിതം വിട്ട് മാറട്ടെ. കർത്താവേ, ദൈവിക അഭിവൃദ്ധി കർത്താവെ ആ ജീവിതത്തിന്റെ കർത്താവ് സമസ്ത മേഖലകളിൽ ഉണ്ടാവട്ടെ. കർത്താവെ, കർത്താവെ, എല്ലാവിധമായ പൈശാചികമായിട്ടുള്ള കർത്താവ് പിരിമുറുക്കങ്ങൾ ആ ജീവിതത്തിൽ വിട്ട് മാറട്ടെ. കർത്താവെ, ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മാത്യു പുത്തനങ്ങാടിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. പോസ്റ്റൽ പ്ലാന്റ് ഓപ്പറേഷൻ ആണ്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ മകനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നന്നായി അത് കർത്താവെ ഓപ്പറേഷൻ നടക്കുവാൻ ഇടയാകട്ടെ. ഒരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ ആരോഗ്യവാനായി എത്രയും വേഗത്തിൽ കർത്താവെ സൗഖ്യമായി ഭവനത്തിലേക്ക് മടങ്ങി വരുവാൻ ഇടയാക്കും. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. അമ്മയ്ക്ക് ന്യൂമോണിയ കൂടിയ വേളയിൽ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു. യേശു പൂർണ്ണമായ സൗഖ്യം നൽകി. മറിയാമ്മ ചെങ്ങന്നൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന മകന് പുതിയ ജോലിക്ക് പോകുന്നതിനുള്ള നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് പഴയ കമ്പനി തരാതിരുന്നപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. യാതൊരു പ്രയാസവും കൂടാതെ അത്ഭുതകരമായി യേശു അത് നൽകി തന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ നാളുകളായി കിട്ടാതിരുന്ന ശമ്പളം മുഴുവൻ തിരികെ കിട്ടി. മകൾക്ക് പ്രസവ സന്ദർഭത്തിൽ സുഖപ്രസവത്തിന് വേണ്ടി പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചിരുന്നു. യേശു അത്ഭുതകരമായി സുഖകരമായി ഡെലിവറി മകൾക്ക് നൽകി. ഉഷ ട്രിവാൻഡ്രത്തു നിന്ന് അറിയിച്ചിരിക്കുന്ന അഖില കാട്ടാക്കടയിൽ നിന്ന് അറിയിച്ചു. പ്രാർത്ഥന കേരളത്തിൽ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരുന്നു. പ്രാർത്ഥിച്ചു. യേശു ആ ഇൻ്റർവ്യൂവിൽ നന്നായി പാസ്സാകുവാനായിട്ട് ഇടയാക്കി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ദിവ്യ കുന്നപ്പുഴയിൽ നിന്ന് നമ്മൾ അറിയിച്ചിരിക്കുന്നു. ജോലിയില്ലാതെ വളരെ വിഷമിച്ച വേളയില്ല പ്രാർത്ഥന കേരളത്തെക്കുറിച്ച് അറിഞ്ഞത്. ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. യേശു നല്ല ജോലി നൽകി. റോസി ചങ്ങനാശ്ശേരിയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് 1:30 പ്രാർത്ഥന കേരളത്തിൽ ഒരുപാട് വിവരങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. MSWന് ചേരാൻ TC കിട്ടണം, സാമ്പത്തിക കാര്യങ്ങൾ ശരിയാകണം. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയുടെ ഫലമായി 1:30 TC ലഭിച്ചു. സാമ്പത്തിക കാര്യങ്ങൾക്ക് 2 മാസത്തേക്കുള്ള സാവകാശം ലഭിച്ചു. BAയുടെ ഫൈനൽ എക്സാമിൻ്റെ സമയമായപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഉയർന്ന മാർക്കോടെ പാസ്സാകുവാൻ യേശു ഇടയാക്കി. 3 വർഷമായി മകൻ്റെ ദേഹത്ത് ചൊറിച്ചിലായിരുന്നു. മരുന്ന് കഴിച്ചിട്ട് എങ്ങും സൗഖ്യമില്ലാത്തിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായി സൗഖ്യമാക്കി. 2.5 വർഷമായി എൻ്റെ അമ്മ തളർന്നു കിടക്കുകയായിരുന്നു. പ്രാർത്ഥന കേരളത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ യേശു അമ്മയെ സൗഖ്യമാക്കി. ഇന്നലെ ഈ പ്രിയ സഹോദരി റാണിയുമായി ഫോണിൽ സംസാരിക്കുമ്പോൾ ബാത്റൂമിൽ പോലും എടുത്തുകൊണ്ടാണ് പൊക്കോണ്ടിരുന്നത്. ഇന്നലെ ഈ സഹോദരി സന്തോഷത്തിൻ്റെ കണ്ണുനീരോടെ വിളിച്ചു പറയുന്നത് സ്വന്തം കാര്യങ്ങൾക്കെല്ലാം ഈ അമ്മയ്ക്ക് ഇപ്പോൾ സ്വയമായിട്ട് ചെയ്യുവാൻ കഴിയുന്നു. 2.5 വർഷം തളർന്നു കിടന്ന ജീവിതത്തെ യേശു എഴുന്നേൽപ്പിച്ച് നടത്തുന്നു.
ഇന്ന് ഞാൻ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. തളർന്നു കിടക്കുന്ന രോഗികൾക്ക് യേശു അത്ഭുതകരമായ സൗഖ്യം നൽകും. താങ്കളുടെ അറിവിൽ ആരെങ്കിലും ആ സ്ഥിതിയിലായിരിക്കുന്നെങ്കിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ തളർന്നു കിടക്കുന്ന രോഗികൾ ഇപ്പോൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യം അവർക്കുണ്ടാകട്ടെ. Every spirit of paralysis, I come against you in Jesus' mighty name. Be gone from their lives in Jesus' name. യേശുവിൻ്റെ നാമത്തിൽ തളർവാദത്തിൻ്റെ ദുരാത്മാക്കളോട് യേശുവിൻ നാമത്തിൽ ആ ജീവിതങ്ങളെ വിട്ടുമാറുവാൻ കൽപ്പിക്കുന്നു. പൂർണ്ണ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. മഞ്ജു ആർട്ടിസിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. 5 വയസ്സുള്ള അഖിലിന് വയറ്റിൽ മുഴയാണ്. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. കർത്താവേ, മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കരം ആ മകന്റെ മേലൊന്ന് വെച്ചാട്ട് ആ വയറ്റിലെ മുഴ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. ഒരു പൂർണ്ണ സൗഖ്യം അങ്ങ് അയച്ചാട്ട്. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കോട്ടയം പന്നിമറ്റത്ത് നിന്ന് ഒരു മാതാവ് വിളിച്ചിരിക്കുന്നു. മകൻ്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം, വീട്ടിലെ വഴക്കുകൾ മാറണം, പ്രശ്നം മുഖാന്തരം മകൻ എന്നും ഭയങ്കരമായിട്ട് മദ്യപിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ഈ പ്രിയ മകൻ്റെ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിലുള്ള എല്ലാ പ്രയാസവും അത് മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവ സമാധാനം ആ കുടുംബത്തിന്മേൽ നിറയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ, ദൈവമേ അങ്ങയുടെ സമാധാനത്തെ നിറയട്ടെ. മദ്യപാനത്തിൽ നിന്ന് അവൻ പിന്നെ പൂർണ്ണമായിട്ടും വിടുവിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ശാന്തമ്മ മാവലിക്കരയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകന് ജോലി വേണം, മകളുടെ വിവാഹം നടക്കണം. കർത്താവേ, പ്രിയ മകനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി കൊടുത്താൽ നീ അവനെ മാനിച്ചാട്ട. മകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നല്ലൊരു ജീവിത പങ്കാളിയെ കൊടുത്താട്ട. ഇരുവരെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവല്ല എന്ന് മറിയ എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നു. സാമ്പത്തികമായിട്ട് ഭയങ്കരമധികം പ്രയാസപ്പെടുന്നു. കർത്താവെ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാ സാമ്പത്തിക പ്രയാസവും ആ കുടുംബത്തിന്റെ പൂർണ്ണമായി മാറുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഒരു നിറവുണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. മീര മദ്രാസിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. ഒരു പേപ്പർ കൂടി ലഭിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവെ, പ്രിയ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ എക്സാം കർത്താവെ, ഹല്ലേലൂയ, ഒരു അനുഗ്രഹമൊക്കെ മാറ്റിയാട്ടെ. കർത്താവയുടെ ഭാവി ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ഭാവി നീ കൊടുത്താട്ട്. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പന്തളത്തുനിന്ന് ബേബി വിളിച്ചിരിക്കുന്നു. മകന്റെ വിവാഹം നടക്കണം, കൊച്ചുമക്കൾ പഠനം അനുഗ്രഹിക്കപ്പെടണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സഹോദരന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വിവാഹം നടക്കണം, മകൻ അനുഗ്രഹിക്കപ്പെട്ട വിവാഹം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളുടെ കൊച്ചുമക്കളുടെ പഠനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉയർച്ച ഉണ്ടാകട്ടെ, മാറട്ടെ, നല്ല ഭാവിയിൽ ഒരുത്തിനെ നിറച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്കൊരു ടെലിഫോൺ വന്നിട്ടുണ്ട്. ഹലോ ഹലോ ആ പറഞ്ഞാട്ടെ. ഹലോ പറഞ്ഞാട്ടെ. ആ ഓക്കെ, വേഗം പറഞ്ഞോളൂ. സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ആ ഫോൺ തിരിച്ചു വരും. ബ്രദർ സുരേഷിന് ആക്സിഡൻ്റായി ഓർമ്മയില്ല. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ആ സന്ദർഭത്തിലാണ് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞത്. പ്രാർത്ഥന കേരളത്തിലുള്ള പ്രാർത്ഥനാ പോരാളികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ നിമിഷം പ്രാർത്ഥിച്ചു. അവിടെ പോകുമ്പോൾ ഉള്ള വിവരങ്ങൾ, CT, എക്സ്റേ എല്ലാം എടുത്തു. ഒരു കുഴപ്പമില്ല, ഓർമ്മയില്ല. ബ്രദർ സുരേഷിന് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, ഓർമ്മയില്ല. ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് ഓർമ്മയില്ല എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. ബോധമില്ലായിരുന്നു, സംസാരിച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് CT എടുത്ത് എക്സ്റേ എടുത്ത് എല്ലാം കഴിഞ്ഞ് ഒരു കുഴപ്പമില്ല എന്ന് ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തുവാനിടയാക്കി. ധാരാളം രോഗികളെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ ആംബുലൻസിൻ്റെ ഉടമസ്ഥരോ അല്ലെങ്കിൽ ഡ്രൈവേഴ്സോ പ്രാർത്ഥന കേരളത്തിൻ്റെ നമ്പർ കൊടുത്ത് പ്രാർത്ഥിക്കുന്നു. യേശു അവർക്ക് കൊടുക്കുന്ന സൗഖ്യം ഞങ്ങൾക്ക് കാണുവാൻ കേൾക്കുവാൻ കഴിയുന്നു. ഇന്ന് പകൽ ആ ടെലിഫോൺ തിരികെ വന്നിട്ടുണ്ട്. ഹലോ, SLEയുടെ അസുഖം തീർച്ചയായിട്ടും ലിവറിന് കംപ്ലൈന്റ് ഉണ്ട്, തൈറോയിഡ് ഹോർമോൺ കുറവ്, കൊളസ്ട്രോൾ ഉണ്ട്, ഷുഗർ ഉണ്ട്, ശരീരം മൊത്തം വേദന, തലവേദന, കൈമുട്ട കാൽമുട്ട വേദന. നമുക്കറിയാം SLE എന്ന ഈ രോഗത്തിൻ്റെ
പിടിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന സജിതയാണ് ഇപ്പോൾ തിരുവനന്തപുരം മണ്ണന്തലയിൽ നിന്ന് നമ്മോടൊപ്പം ടെലഫോണിൽ ഇപ്പോൾ വന്നിരിക്കുന്നത്. നമുക്കറിയാം ആ രോഗത്തിന് വൈദ്യശാസ്ത്രപ്രകാരം മരുന്നുകളില്ല. ഡോക്ടേഴ്സ് അങ്ങനെയുള്ള രോഗികൾക്ക് കൊടുക്കുന്ന സ്റ്റിറോയിഡ്സാണ്. സ്റ്റിറോയിഡ്സ് കൊടുത്തു കഴിയുമ്പോൾ അവരുടെ ശരീരത്തിൽ ഏതെല്ലാം അവയവങ്ങളെയും നിയമപ്രകാരം ഓരോ അവയവത്തെയും ശരിക്കും ആ മരുന്ന് കൊണ്ട് ആ സാധനം കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. അത് നിമിത്തം ഉണ്ടാകുന്ന കെടുതികൾ ആ ശരീരത്തിൽ വളരെയാണ്. പല സന്ദർഭങ്ങളിൽ ഇങ്ങനെയുള്ള രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം അവസരം ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് പകൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ സജിതയെ യേശു സൗഖ്യമാക്കുക. വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം സന്തോഷവും നൽകുന്ന ഈ യേശുവിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥന കേരള കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ഈ സജിതയ്ക്കായി പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ സജിതയും അതുപോലെ SLE എന്ന രോഗത്താൽ ഭാരപ്പെടുന്ന മറ്റനേകരുണ്ട് കർത്താവേ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യം ആ രോഗികളുടെ മേൽ ഉണ്ടാകട്ടെ. യേശു അവർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയായി അവരുടെ മേൽ ഇറങ്ങി വസിക്കുന്നത് അവർ വ്യക്തമായി അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തികഞ്ഞ സൗഖ്യമുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. എറണാകുളത്ത് നിന്നും സാറാമ്മ വിളിച്ചിരിക്കുന്നു. ഫ്രണ്ട് ഗീത ബ്രെയിനിൽ തകരാറിലായിട്ട് ബോംബെയിലായിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ആ ജീവിതത്തിനെ പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക സൗഖ്യം ഇപ്പോൾ തന്നെ ആ ജീവിതത്തിന് മേൽ കർത്താവെ ഉണ്ടാകേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ എത്ര ദൂരത്തായിരുന്ന കർത്താവെ കടന്നു ചെല്ലുന്ന ദൈവിക സാന്നിധ്യത്താൽ ആ ജീവിതത്തെ നീ പൊതിയുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അന്നമ്മ കോഴഞ്ചേരി നിന്ന് വിളിച്ചിരിക്കുന്നു. നേവിയിൽ അപകടം ഉണ്ടായതിനും മിസ്സിംഗ് ആയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ ഈ വിഷയത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിക്കുന്ന യേശുവിന്റെ കരം കർത്താവെ, മിസ്സിംഗ് ആയവരെ കണ്ടുപിടിച്ച് കർത്താവെ അത് ലഭിപ്പാൻ കൊണ്ട് ഇടയാകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കോട്ടയത്ത് നിന്ന് സൂസൻ വിളിച്ചിരിക്കുന്നു. മകൻ ആരോൺ അലർജി, കാലിന് ചൊറിച്ചിൽ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ആ മകനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ ജീവിതത്തിന് മേലുള്ള കർത്താവെ അലർജികൾ മാറട്ടെ കർത്താവ്. കാലിന് കർത്താവ് പൂർണ്ണ സൗഖ്യം ഉണ്ടാവട്ടെ കർത്താവെ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആസ ചെങ്ങന്നൂന്ന് വിളിച്ചിരിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 2 മാസമേ ഒരുമിച്ച് താമസിച്ചുള്ളൂ. ഫോൺ വിളിക്കുന്നില്ല. നാട്ടിൽ വരുമ്പോൾ ഒരുമിച്ച് താമസിക്കുവാൻ സാധിക്കണം. യേശുവിന്റെ നാമത്തിൽ നിന്റെ മകളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോവ കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന തിരുവചനം പോലെ കർത്താവെ ആ മക്കൾ തമ്മിൽ ഒന്നിച്ച് സുഖമായി താമസിക്കേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരനായ യേശു അവരുടെ മേൽ അവിടുന്ന് കർത്തൃത്വം ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. ആമേൻ. 8 മാസം ഗർഭിണിയായിരിക്കുന്ന കസിൻ രക്തത്തിൽ അണുക്കളുടെ കുറവ് കാരണം കാരിത്താസ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് ശോഭ കുമാരൻ എന്ന് വിളിച്ചറിയിച്ചിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ അണുക്കൾ കർത്താവെ നോർമൽ കൗണ്ടിലേക്ക് തിരികെ വരേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവെ പൂർണ്ണമായ ഒരു ദൈവിക ബലം കർത്താവെ ആ ജീവിതത്തെ അനുഭവിപ്പാൻ തക്കൊണ്ട് ഇടയായിട്ട് കർത്താവെ ഒരു നോർമൽ ഡെലിവറി ആ ജീവിതത്തിനെല്ലാം കർത്താവ് ലഭിക്കുകയോ തക്കോണം ആ ശരീരത്തിൽ ഒരുക്കുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അമ്മണി കോട്ടയത്ത് നിന്ന് വിളിച്ചിരിക്കുന്നു. സഹോദരി സാലു നടുവേദനയാൽ ഭാരപ്പെടുന്നു. അമ്മണിയുടെ മകന് വേണ്ടി പ്രാർത്ഥിക്കണം യേശുവിന്റെ നാമത്തിൽ. ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ ആ നടുവേദനയുടെ ബുദ്ധിമുട്ടുകളെല്ലാം പൂർണ്ണമായി തന്റെ മകളുടെ ശരീരാത്മതയ്ക്ക് വിട്ട് പുറത്തു പോകട്ടെ. പൂർണ്ണ ആരോഗ്യവതിയായി തന്റെ വീട്ടിലെ കാര്യങ്ങൾ ക്രമീകൃതമാക്കുവാൻ തന്റെ മകളെ ഇടയാക്കുന്നതിനായി സ്തോത്രം. മകന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ മകൻ ഏത് പ്രയാസത്തിലൂടെ കടന്നു പോയാലും യേശുവിന്റെ സൗഖ്യമാക്കുന്ന കരം തന്റെ മകനെ വിടുവിക്കേണ്ടതിന് ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും യേശുവിൻ നാമത്തിൽ പ്രിയപിതാവേ. മനോരമയുടെ 11-ാമത്തെ പേജിലെ ഈജിപ്റ്റ് മരണം 650 കടന്നു. എൽബറ ദേയി രാജിവെച്ചു. മുങ്ങിക്കപ്പൽ ദുരന്തം കണ്ടെത്തിയത് 5 മൃതദേഹങ്ങൾ. തിരച്ചിൽ ദുഷ്കരമാണ്. അപകട കാരണം അവ്യക്തം. 18 നാവികർ മരിച്ചിട്ടുണ്ടാകാമെന്ന് നാവികസേന. നോക്കിയാൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനാ കേരളത്തിൽ പല വിവരങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ വന്നു കഴിഞ്ഞു. പല ആശ്രിതരുടെ വിവരങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞു. നമുക്ക് ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ഈജിപ്തിലുണ്ടായിരിക്കുന്ന എല്ലാ ദുഷ്കരമായ സ്ഥിതിയിലും കർത്താവ് ആ രാജ്യത്തെ സംരക്ഷിക്കേണ്ടതിന്, ജനജീവിതം രക്തച്ചൊരിച്ചിൽ നിന്ന് ആ രാജ്യം പുറത്തു വരേണ്ടതിന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈജിപ്തിൽ സമാധാനം ഉണ്ടാകട്ടെ. സിറിയയിൽ സമാധാനം ഉണ്ടാകട്ടെ. മിഡിൽ ഈസ്റ്റിലെ ഓരോ രാജ്യത്തിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ സമാധാനം, യേശുവിൻ്റെ സമാധാനം. ലെറ്റ് ദ പീസ് ഓഫ് ജീസസ് reign in the hearts of people in Jesus mighty name. യേശുവിൻ്റെ
സമാധാനം ഓരോ ഹൃദയങ്ങളിലും നിറയട്ടെ. കണ്ടൻഷൻസ് മാറട്ടെ. വഴക്കുകൾ, തമ്മിൽ തല്ലുകൾ, ഉപദ്രവങ്ങൾ, കുലപാതകങ്ങൾ, രക്തച്ചൊരിച്ചിലുകൾ, അതിന് കാരണമായ ആശയങ്ങൾ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അവിടുന്ന് മാറിപ്പോകട്ടെ. ജീവിതം സുഗമമാകട്ടെ. കർത്താവെ, ബോംബെയിൽ ഉണ്ടായ ആ മുങ്ങിയ കപ്പലിൽ അപകടത്തിലായിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ച പ്രിയപ്പെട്ടവരുടെ ആശ്രിതർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപകടത്തിൽപ്പെട്ടവർ ആരെങ്കിലും ജീവനോടെ ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കുന്നെങ്കിൽ അവിടുന്ന് അവരെ രക്ഷപ്പെടുത്തും. നിന്റെ കരം അവർക്ക് വേണ്ടി നീട്ടും. കർത്താവെ, ദുഃഖിക്കുന്നവരെ അവിടുന്ന് ആശ്വസിപ്പിക്കും. ഇന്ത്യയിലെ റോഡ് സംവിധാനങ്ങൾ, ജലഗതാഗതങ്ങൾ, വായു ഗതാഗത മണ്ഡലങ്ങൾ, റോഡ് ഗതാഗത മേഖലകൾ യേശുവിൻ്റെ നാമത്തിൽ ഏതു തരത്തിലുള്ള വാഹനങ്ങളാണെങ്കിലും യേശുവെ അങ്ങയുടെ കരങ്ങളാൽ സുരക്ഷിതമാകട്ടെ. നന്മ കൊണ്ട് അവിടുന്ന് നിറയ്ക്കണം. കർത്താവെ, കുറേ മാസങ്ങളായി കർത്താവ് ഇന്ത്യയുടെ രൂപയുടെ മൂല്യം തകർന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ ഓഹരി വിപണി തകരുന്നു. സാമ്പത്തിക ഘടനയിൽ വലിയ ദുഷിച്ച അവസ്ഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രവണതയെ സ്റ്റോപ്പ് എന്ന് കൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ മൂല്യ തകർച്ച അവിടെ അവസാനിക്കട്ടെ. ഇന്ത്യൻ കറൻസി ബലത്തോടെ എഴുന്നേൽക്കട്ടെ. ഇന്ത്യൻ വ്യാപാര രംഗം, ഇന്ത്യയിലെ ജനജീവിതം സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ടതായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. ഓമന കോഴഞ്ചേരിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മകളുടെ കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷമായി. ആ കുടുംബത്തിലെ വിഷയങ്ങളെല്ലാം മാറണം കർത്താവേ. പ്രിയ മകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ജീവിതത്തിലെ കർത്താവേ എല്ലാ വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവേ. കുടുംബത്തിലേക്ക് യേശുവിന്റെ സമാധാനം, യേശുവിന്റെ സന്തോഷം കടന്നു വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ വിഷയത്തിനൊരു മറുപടി അയച്ച കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കൊല്ലത്തുനിന്ന് അനുപമ വിളിച്ചിരിക്കുന്നു. ഭർത്താവിന് ജോലിയില്ല, സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് നല്ലൊരു ജോലി ഉണ്ടാകട്ടെ, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറട്ടെ, ഒരു നിറവ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. തുരുത്തിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഒരു വീട് വാടകയ്ക്ക് ലഭിക്കണം കർത്താവെ. ആ വിഷയം ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എത്രയും വേഗം തന്നെ കർത്താവെ അവർക്കൊരു വീട് ലഭിക്കട്ടെ. അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു കൊടുത്താട്ടെ. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. മകനത്ത് മിനി വിളിച്ചിരിക്കുന്ന മകൾ അലീനയുടെ BSc എക്സാം നടക്കുന്നു. പ്രാർത്ഥിക്കണം കർത്താവ്. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ അലീനെ കൂട്ടുകാരെ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നടക്കുന്ന എക്സാമിൽ അങ്ങയുടെ കൃപ കൂടി നാട്ടെ, ഉന്നതമായ വിജയം മക്കൾക്ക് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് ഒരു വ്യക്തി വിളിച്ചിരിക്കുന്നു. മകന്റെ കുടുംബജീവിതത്തിലെ പ്രയാസങ്ങൾ മാറണം, ഹസ്ബൻഡിന്റെ മദ്യപാനം മാറണം കർത്താവ്. പ്രിയ മകനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവെ. ഹസ്ബൻഡിന്റെ മദ്യപാനം യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. ആ കുടുംബത്തിൽ യേശുവിന്റെ സമാധാനം കടന്നു വരട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. തൃശ്ശൂരിൽ നിന്ന് പ്രീതി വിളിച്ചിരിക്കുന്നു. അച്ഛൻ്റെ അനുജൻ വാർദ്ധക്യ സഹജമായ രോഗത്തിൽ കടന്നു പോകുന്നു. ദേഹം പൊട്ടുന്ന ട്യൂബ് ഇട്ടിരിക്കുകയാണ്. ഭയങ്കരമായ വേദനയുണ്ട്. അദ്ദേഹത്തിന് ബോധമുണ്ട്. പ്രാർത്ഥിക്കണം കർത്താവ്. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ കർത്താവെ പ്രിയ പിതാവിൻ്റെ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യ സഹജമായ എല്ലാ രോഗത്തിൽ നിന്നും പൂർണ്ണ വിടുതൽ കൊടുത്താട്ടെ. ആശ്വാസവും ബലവും പകർന്നു കൊടുക്കണമെന്ന് ഇപ്പോൾ നേരിടുന്ന എല്ലാ ക്ലേശത്തിൽ നിന്നും അങ്ങ് സൗഖ്യം നൽകിയാട്ടെ, വിടുവിച്ചാട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മകൻ മനോജ് ബിടെക് കഴിഞ്ഞു. ജോലിയില്ല. വിവാഹം കഴിഞ്ഞ് 13 വർഷങ്ങൾക്ക് ശേഷം ഒരു കുട്ടിയുണ്ടായി. ടെലഫോൺ വന്നിട്ടുണ്ട്. നമുക്കൊരു ടെലഫോൺ വന്നിട്ടുണ്ട്. ഹലോ 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 പാസ്റ്റർ, കൊല്ലത്തുനിന്ന് ഗിരീഷ് വിളിക്കാം പാസ്റ്റർ. ഗിരീഷ് പറഞ്ഞാട്ടെ. ഗിരീഷ് കൊല്ലത്തുനിന്ന് ഗിരീഷ് വിളിക്കാം. വേഗം പറഞ്ഞോളൂ ഗിരീഷ്. ഹലോ, കൊല്ലത്തുനിന്ന് ഗിരീഷ് വിളിക്കാം പാസ്റ്റർ. എന്റെ അറിയാൻ വന്ന 3 കോടി രൂപയുടെ കടബാധ്യതയുണ്ട് പാസ്റ്റർ. 3 കോടി രൂപയുടെ കടം. 3 കോടി രൂപയുടെ കടബാധ്യതയുണ്ട്. അപ്പൊ പുള്ളിക്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ലോൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ പേപ്പർ വർക്ക്സ് ഒക്കെ നടക്കുന്നത്, അത് കിട്ടാൻ വേണ്ടി വന്ന് പ്രാർത്ഥിക്കണം പാസ്റ്റർ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം മിസ്റ്റർ ഗിരീഷ്. അദ്ദേഹത്തിൻ്റെ അളിയന് 3 കോടി രൂപയുടെ കടം. എത്ര വലിയ തുകയാണ് 3 കോടി രൂപ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് അവർക്ക് ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ പ്രാർത്ഥന കേരളത്തിൽ എത്ര പേരുടെ ജീവിതത്തിൽ കർത്താവ് ഈ ലോൺ സംബന്ധമായിട്ട് കിടന്ന തടസ്സങ്ങളൊക്കെ മാറ്റി, പേപ്പറുകൾ വേണമെന്ന് പറഞ്ഞ് ഇങ്ങനെ കറക്കി ഇട്ടിരുന്നൊക്കെ കർത്താവ് അത് മാറ്റി കൊടുക്കും. ഇന്ന് പകൽ നമുക്ക് ഗിരീഷിന് അളിയന് വേണ്ടി പ്രാർത്ഥിക്കാം. ആ കടക്കണിയിൽ നിന്ന് കർത്താവിനെ ഉദ്ധരിക്കേണ്ടതിന് 2 കരങ്ങളും ഉയർത്തി ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കടം നിമിത്തം
എൻ്റെ കയ്യിൽ തന്നെ ഇപ്പോൾ തന്നെ ഇവിടെ ഇരിപ്പുണ്ട്. ഇന്ന് കൊടുത്തു തീർക്കേണ്ട കടത്തിൻ്റെ വലിയ തുകകളുള്ള പ്രിയപ്പെട്ടവരുടെ വിവരങ്ങൾ എൻ്റെ പക്കൽ ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. എല്ലാം സമയം പോകുന്നല്ലോ, നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കടഭാരം മാറേണ്ടതിന് യേശുവിൻ്റെ നാമത്തിൽ ദാരിദ്ര്യത്തിൻ്റെ കോലിനെ അവിടുന്ന് ഉടച്ചു കളയുന്ന ദൈവമാകയാൽ അഭിഷേക നിമിത്തം ആ നുകങ്ങൾ ഉടഞ്ഞു മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ലോണുകൾ ലഭിക്കേണ്ടടുത്ത് ലഭിക്കട്ടെ. വഴികൾ യേശുവിൻ്റെ നാമത്തിൽ തുറക്കട്ടെ. അത്ഭുതകരമായ നിലയിൽ യേശുവേ ജനത്തിന്റെ കടം മാറട്ടെ, ഇളവുകൾ ഉണ്ടാകട്ടെ, വരുമാനങ്ങൾ വർദ്ധിക്കട്ടെ. അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതങ്ങളുടെ മേൽ വരട്ടെ. ദുഷ്ടപിശാചിനി കടം നിമിത്തം ഒരു ജീവിതത്തിന്റെയും ആത്മാവിനെ തൊടുവാൻ അനുവാദം ഇല്ല. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ വിലക്കുന്നു. അവിടുന്ന് അത് ചെയ്തത് ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ. ആമേൻ. പന്തളത്ത് നിന്നും ബാബു വിളിച്ചിരിക്കുന്നു. മകൾക്ക് ഗവൺമെന്റ് ജോലി ലഭിക്കണം. മരുമകൻ ISROയിൽ പ്രൊമോഷന് തടസ്സമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്, അത് മാറേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവിക നന്മകളാൽ ജീവിതങ്ങൾ കർത്താവെ അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. കർത്താവെ അവർക്ക് വേണ്ട വരുമാന മാർഗങ്ങൾ തുറന്ന് നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് മകൾക്ക് നല്ലൊരു ജോലി ലഭിക്കുമാറാകട്ടെ. കർത്താവെ ആ മരുമാനുമേ കർത്താവെ ആ തടസ്സങ്ങൾ മാറട്ടെ, പ്രൊമോഷൻ ലഭിക്കട്ടെ. കർത്താവെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗ്രേസ് അമ്മ തടിയൂർന്ന് വിളിച്ചിരിക്കുന്നു. കീമോ കഴിഞ്ഞു, ഇപ്പോൾ നെഞ്ചരിച്ചിൽ ഇടത് കൈ പൊക്കുവാൻ പറ്റുന്നില്ല. മരുമകൾക്ക് ഗൾഫിൽ ജോലി കിട്ടണം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകളുടെ കർത്താവെ തടസ്സമായി കിടക്കുന്ന സകല സാഹചര്യങ്ങളും യേശുവിൻ്റെ നാമത്തിൽ പുനരുദ്ധരിക്കപ്പെടട്ടെ. കർത്താവെ ശരീരാത്മദേഹിയിൽ പൂർണ്ണ വിടുതൽ ഞങ്ങൾ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ആ പൈതലിന് ജോലി ലഭിക്കാൻ ഇടയാകട്ടെ. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് പറയുവാൻ ഇടയാക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. നെയ്യാറ്റിക്കരയിൽ നിന്ന് സ്റ്റെല്ല വിളിച്ചിരിക്കുന്നു. 40 സെന്റ് സ്ഥലം 15 വർഷമായി വിൽക്കുവാൻ ഇട്ടിരിക്കുന്നു. 78 വയസ്സ് ഇപ്പോൾ മാതാവിനുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് വിറ്റ് മാറണമെന്നുള്ളത് അമ്മയ്ക്ക് വളരെയേറെ ആഗ്രഹമാണ്. അതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, കർത്താവേ ജീവിതത്തിൻ്റെ ആഗ്രഹങ്ങളെ നീ മാനിക്കുമാറണമേ. 15 വർഷമായി കർത്താവ് മുടങ്ങിക്കിടക്കുന്ന ആ വസ്തുവിൻ്റെ വിൽപ്പന യേശുവിൻ്റെ നാമത്തിൽ ഈ വർഷം തന്നെ നടക്കുവാതൊക്കെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ അതിനുമേലുള്ള എല്ലാ തടസ്സങ്ങളും മാറട്ടെ. കർത്താവേ വഴികൾ നീ തുറന്നാട്ട്. കർത്താവേ യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കുഞ്ഞുമോൾ പത്തനംതിട്ടയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. മാനസിക പ്രയാസം, ഗുളിക കഴിച്ചിട്ട് ഉറങ്ങുവാൻ കഴിയുന്നില്ല, കഫത്തിൽ ബ്ലഡിന്റെ അംശം കാണുന്നു, നാക്കിൽ പൂപ്പൽ അനുഭവപ്പെടുന്നു, ഷുഗർ ഉണ്ട്. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മാനസികമായ സകല ബുദ്ധിമുട്ടുകളും ഇപ്പോൾ തന്നെ ശരീരാത്മദേഹി വിട്ട് പുറത്തു പോകട്ടെ. പൂർണ്ണ ആരോഗ്യവതിയായി ദൈവത്തെ സ്തുതിപ്പാൻ തക്കവണ്ണം, ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിപ്പാൻ തക്കവണ്ണം ഒരു അത്ഭുതം നീ പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ആമേൻ. കോട്ടയത്ത് നിന്ന് ഒരു ജീവിതം വിളിച്ചിരിക്കുന്നു. മകന്റെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടണം. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ജീവിതത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക കൃപയാൽ ദൈവിക അനുഗ്രഹങ്ങളാൽ ജീവിതത്തെ നീ അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ജോളി മുണ്ടിയപ്പള്ളിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. കഴുത്തിനും ചെവിക്കും കഠിന വേദന, സ്കിൻ വെളുത്തു വരുന്നു. മകൻ ജസ്റ്റിൻ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു. വിഷയങ്ങൾ മുഴുവൻ കിട്ടണം. ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ മകളുടെ വേദനകളെ നീ വഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. പൂർണ്ണ ആരോഗ്യം തന്നെ മകളിൽ ഇപ്പോൾ വെളിപ്പെട്ട് വരട്ടെ. കർത്താവേ ആ സ്കിന്ന് വെളുത്തു വരുന്നത് മാറുവാനിടയാകട്ടെ. ദൈവത്തിന്റെ കരമിടുന്ന് തൊട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അപ്പ ഇതിൽ ഏറ്റവും നന്നായി പരീക്ഷ എഴുതി നല്ല മാർക്കോടെ പാസ്സാകുവാനിടയാകട്ടെ. മകന് കർത്താവേ ഒരു മാനസാന്തരം നീ കൊടുത്താട്ടെ. യേശുവിൻ നാമത്തിൽ പ്രിയ പിതാവേ. ചെങ്ങന്നൂര് നടന്ന പ്രാർത്ഥന കേരളത്തിന്റെ മീറ്റിംഗിൽ വന്ന മിസ്റ്റർ KS നായർ ഇവിടെ ഇന്നലെ ഒരു കത്തയച്ചു. ആ കത്തിനകത്ത് ഉള്ള വിവരങ്ങളുടെ സംക്ഷിപ്ത രൂപം. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിന് ഒരു വാൽവിന് ബ്ലോക്ക് ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചതിന് ശേഷം താൻ കടന്നുപോയി വീണ്ടും പരിശോധിച്ചപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞത് ഒരു പുതിയ വാൽവ് ഉണ്ടായി വന്നിരിക്കുന്നു എന്ന് കണ്ടു. യേശുവിന് എല്ലാ മഹത്വവും അറിയിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. ഈ പ്രാർത്ഥന കേരളം എന്ന ശുശ്രൂഷയ്ക്ക് 1000 രൂപ ഇതിനോടക്കം ഒരു ചെക്ക് കൂടെ അയക്കുന്നു. തുടർന്നും കഴിയുന്ന സഹായം ചെയ്യുന്നതായിരിക്കും എന്ന് മിസ്റ്റർ നായർ പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, 10,000 കണക്കിന് ആളുകളുടെ ജീവിതം ലോകത്തിന് അനേക രാജ്യങ്ങളിൽ യേശു അവരുടെ കണ്ണുനീരൊപ്പുന്നത് കാണുവാൻ പ്രാർത്ഥന കേരളം എന്ന ഈ ശുശ്രൂഷയിലൂടെ ഇടയാകുന്നു. അതിൻ്റെ കാരണം താങ്കൾ ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ നിൽക്കുന്നത് കൊണ്ട്. ഇന്നലെ ഞങ്ങൾ ഒരു ശ്രോതാക്കളിൽ ഒരു സഹോദരൻ പറഞ്ഞതുപോലെ ഒരു മെസ്സഞ്ചറായി തീരുവാൻ ഞങ്ങൾ ഒരിക്കൽ കൂടെ താങ്കളെ ക്ഷണിക്കുന്നു. വിശദാംശങ്ങൾ 7 മണിക്ക് ശേഷം സ്ക്രീനിൽ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ വന്ന
ഒരു 40-ലധികം വിവരങ്ങൾ എൻ്റെ പക്കലുണ്ട്. ഇതെല്ലാം കൂടെ വ്യക്തമായി വായിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്നും ആഗ്രഹമുണ്ട്. സമയത്തിൻ്റെ പരിമിതിയിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഇത് ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ചേർന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഓപ്പറേഷന് വേണ്ടി അത്യാവശ്യമായിട്ട് ഓപ്പറേഷൻ നടത്തിയേ പറ്റൂ എന്ന് പറഞ്ഞ ഒരു വിഷയത്തിൻ്റെ മേൽ ഫോൺ വന്നിട്ടുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓപ്പറേഷൻ മാറണമെന്ന് ഇവരാഗ്രഹിക്കുന്നു. ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഓപ്പറേഷന് പകരം സുഖകരമായ ഡെലിവറി അവിടെ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ ആഴ്ചയുടെ അവസാന ദിവസത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ എല്ലാ വിധത്തിലും ദൈവത്തിൻ്റെ നന്മയും അനുഗ്രഹവും സംരക്ഷണവും യേശുവിൽ നിന്ന് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയിരങ്ങളുടെ വിടുതലുകൾ നമുക്ക് കാണുവാൻ കഴിയുന്നല്ലോ. ഞങ്ങൾ എല്ലാവരെയും ക്ഷണിക്കുന്നു. 29, 30, 31 ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കളോട്, ലോകരാജ്യങ്ങളിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയണം. അവരെ കൂടെ പ്രോത്സാഹിപ്പിക്കണം. നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. ഇന്ന് വൈകിട്ട് മുതൽ നാളെ പകലും കോയമ്പത്തൂരിൽ ഞാൻ പ്രത്യേക മീറ്റിങ്ങിൽ ശുശ്രൂഷിക്കുന്നുണ്ടാകും. താങ്കളുടെ പ്രിയപ്പെട്ടവർ കോയമ്പത്തൂരിൽ പ്രത്യേക പ്രാർത്ഥന ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ വിളിച്ചാൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഞങ്ങൾ ആയിരിക്കുന്നിടത്ത് അവർ വരണമെന്ന് മാത്രമേ ഉള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. തിങ്കളാഴ്ച പകൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെയും കർത്താവിൻ്റെ കൃപയിൽ നമ്മെ ഓരോരുത്തരെയും കർത്താവ് പരിപാലിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ദിവസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകട്ടെ. യേശുനാമം, 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 യേശുനാമം. കർത്താവേ, ഈ വന്നിരിക്കുന്ന ഓരോ വിഷയങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവിക വിടുതലും സൗഖ്യവും ഉയർച്ചയും സമാധാനവും അവിടെ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ പ്രവൃത്തി അവർ വ്യക്തമായി അനുഭവിക്കട്ടെ. ലോർഡ്, യു വിൽ എൻവലപ്പ് എവരിവൺ ഇൻ യുവർ ഗ്ലോറിയസ് ഹാൻഡ് ലോർഡ്. അവിടുത്തെ കൃപ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ. ഓരോരുത്തരും പ്രേയിങ് കേരളയിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. കീജേ യേശുനാമം, 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 യേശുനാമം. ഇമെയിൽ വഴി പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നവർ prayingkerala@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളെ വിവരങ്ങൾ അറിയിക്കാം. SMS വഴി താങ്കളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം. നേരിട്ട് ഫോണിൽ 24 മണിക്കൂറും താങ്കൾക്ക് വിളിച്ച് പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാം. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥനയിൽ യാത്ര ചെയ്യാം. യേശു ജീവിതങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കട്ടെ. പ്രേയിങ് കേരള കുടുംബാംഗങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. യേശുനാമം, 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 യേശുനാമം ഉയർന്നത്. യേശുനാമം, 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 യേശുനാമം ഉയർന്നത്. യേശുനാമം, 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 യേശുനാമം ഉയർന്നത്.